നമ്മളിപ്പം ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്ന വിചാരിക്കാം. ട്രാൻസ്പ്ലാന്റ് ചെയ്തു, ക്ലിനിക്ക് വളരെ ഭംഗിയിലെല്ലാം ചെയ്തതെന്ന് വിചാരിക്കാം. ചെയ്ത് കഴിഞ്ഞ ശേഷം പിന്നെ നമ്മളുടെ കയ്യിലാണ് ബാക്കി. 50% അവർ, 50% നമ്മളെന്ന് പറയാം. കാരണം ഈ ഗ്രാഫ്റ്റിനെ നമ്മൾ ഡാമേജ് ചെയ്യാൻ പാടില്ല. അതിന് നല്ലപോലെ കെയർ ചെയ്യണം. ട്രാൻസ്പ്ലാന്റ് ചെയ്ത ശേഷം നമ്മൾക്ക് എങ്ങനെയൊക്കെ ട്രാവൽ ചെയ്യുക എന്നുള്ളതാണ് പല ആൾക്കാർക്കും ഡൗട്ടുള്ള കാര്യമാണ്. എക്സാമ്പിൾ, ഇപ്പോൾ കാസർഗോഡ് എന്നൊരു പേഷ്യൻറ്റ്, ഒരു വ്യക്തി ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ വേണ്ടി കൊച്ചിയിലോട്ട് പോകുന്നു വിചാരിക്കാം. എൻ്റെ ഒരു സജഷൻ ഞാൻ പറയാം. നിങ്ങൾ എക്സാമ്പിൾ 25-ാം തീയതിയാണ് നിങ്ങളെ ട്രാൻസ്പ്ലാന്റ് വിചാരിക്കുക. നിങ്ങൾ 24-ാം തീയതി തന്നെ രാത്രിയോ വൈകുന്നേരമോ കൊച്ചിയിലോട്ട് എത്തുക. അവിടെ ഒരു ഹോട്ടൽ താമസിക്കുക. ഏറ്റവും നല്ലതാണ്. എന്തുകൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങൾ 25-നാണ് സർജറി വിചാരിക്കുക. 24 രാത്രി നിങ്ങൾ ട്രാവൽ ചെയ്യുകയാണ്. രാത്രി ട്രെയിനിലോ ബസ്സിലോ എന്തോ ആയിരിക്കാം. നിങ്ങൾക്ക് നേരെ ഉറക്കം വരില്ല, ഭയങ്കര ക്ഷീണമായിരിക്കും. രാവിലെ നിങ്ങൾ ഡയറക്റ്റ് ഇമീഡിയറ്റ്ലി നിങ്ങൾ ക്ലിനിക്കിലോട്ട് പോകുമ്പോൾ ഒന്ന് നിങ്ങൾക്ക് ഉറക്കം ക്ഷീണം ഉണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾ ഭയങ്കര ടെൻഷൻ അടിച്ചുകൊണ്ട് ഇങ്ങനെ എന്തൊക്കെയോ ആയിക്കൊണ്ട് പോവുക. ആ സമയത്ത് നിങ്ങളുടെ BP-യിൽ വേരിയേഷൻ വരാം, പല പ്രോബ്ലംസ് ഉണ്ട്. നിങ്ങൾ ഉറക്കത്തിൻ്റെ ക്ഷീണം കൊണ്ട് നിങ്ങൾക്ക് അനസ്തീഷ്യ കൊടുക്കുമ്പോൾ ചിലപ്പോൾ പ്രോബ്ലം വരാം. അതുകൊണ്ട് അത് വരാതിരിക്കാൻ വേണ്ടി ഇത് റിലാക്സ് ചെയ്ത് ചെയ്യേണ്ട ഒരു സർജറിയാണ്. ഇതൊരു മേജർ സർജറി അല്ല, ലൈക്ക് നമ്മൾ ബോധം കെടുതൽ ചെയ്യുന്ന സർജറി അല്ല, പക്ഷേ ഇതൊരു സർജറിയാണ്. ലോക്കൽ അനസ്തീഷ്യയാണ്. നമ്മൾ പല്ലിലൊക്കെ അനസ്തീഷ്യ കൊടുക്കുക. അതേപോലെ എന്ത് വേണം ചെയ്യാം. നമ്മൾക്ക് പാട്ട് കേട്ടുകൊണ്ടിരിക്കുക, സംസാരിച്ചുകൊണ്ടിരിക്കുക, നമ്മളെല്ലാം കാണുന്നുണ്ട്, നമുക്ക് പെയിൻ അറിയുന്നില്ല എന്നുള്ളൂ. ഇത് മേജർ അല്ല എന്നുണ്ടെങ്കിലും ഒന്ന് ടൈം കൺസ്യൂമിംഗ് ആണ്. മേ ബി 6 hours 8 hours ഈ ഒരു പ്രൊസീജിയർ എടുത്തേക്കാം. രാവിലെ നല്ല ഭക്ഷണം കഴിക്കുക, ടീയോ കോഫിയോ കുടിക്കാതിരിക്കുന്നതാണ് നല്ലത്. അത് ബ്ലഡ് തിന്നേഴ്സാണ്, നല്ലതല്ല. പ്രൊസീജിയറിട്ട് പോകുമ്പോൾ അല്ലെങ്കിൽ തിരിച്ച് വരുമ്പോൾ ബൈസ്റ്റാൻഡേഴ്സ് വേണോ വേണ്ടേ ഒരു സംശയം. ബൈസ്റ്റാൻഡേഴ്സ് എന്ന് നമ്മൾ കൂടെ ഒരാൾ വേണോ, നിർബന്ധമുള്ളൊരു കാര്യമല്ല, ഉണ്ടെങ്കിൽ നല്ലതാണ്. കാരണം നമ്മളിപ്പോൾ പ്രൊസീജിയർ ചെയ്യും, ഒരു 8 hours നമ്മൾ കിടന്നിങ്ങനെ സംഭവം ചെയ്യുകയാണ്, പ്രൊസീജിയർ ചെയ്യുകയാണ്. ഒരു പെട്ടെന്ന് എഴുന്നേൽക്കുമ്പോൾ നമുക്കൊരു തല ചുറ്റലോ അല്ലെങ്കിൽ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അനസ്തീഷ്യ കൊണ്ടോ പല റീസൺ കൊണ്ട്. കാരണം നമ്മുടെ എല്ലാവരുടെ ബോഡി ഓരോ രീതിയിലല്ല. അതേപോലെ തന്നെ നെക്സ്റ്റ് വരുന്ന പോയിന്റാണ് റിട്ടേൺ എങ്ങനെ പോവാം. മോർണിംഗ് ട്രാവൽ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഒരു കാരണവശാൽ സ്ലീപ്പർ ബസ്സിൽ ട്രാവൽ ചെയ്യരുത്. ഈ ബസ് നമ്മൾ ഉറങ്ങുന്ന ഏരിയ തല മുകളിലോട്ട് ടച്ച് ചെയ്യാനോ സാധ്യത വളരെ കൂടുതൽ. നമ്മളുടെ മെയിൻ എയിം എന്താണ്, ഈ വെച്ചിരിക്കുന്ന ഗ്രാഫ്റ്റുകൾ ടച്ച് ആവാൻ പാടില്ല, ഡാമേജ് ആവാൻ പാടില്ല. സോ ഈ ഒരു സംഭവം വരുന്നത് കാരണം നമ്മൾ ഗ്രാഫ്റ്റ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഒരെണ്ണം ഡാമേജ് ആയിക്കാൻ അത് പിടിച്ചാൽ കിട്ടത്തില്ല. സോ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം ഒരെണ്ണം ഡാമേജ് ആയി പോയതാണ്, നമുക്ക് നഷ്ടപ്പെട്ടതാണ്. സോ നമ്മളുടെ കെയർ ചെയ്യണം നമ്മൾ. പിന്നെ ഇവിടെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഇൻഫെക്ഷൻ വരാനും പിന്നെ നെക്രോസിസ് പോലത്തെ സംഭവങ്ങൾ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇതൊക്കെ കെയർ ചെയ്യുക. ഞാൻ പറഞ്ഞ കുറച്ച് പ്രിക്കോഷൻസ് എടുക്കുക. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ തീർച്ചയായും ചോദിക്കാവുന്നതാണ്.